നായകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നായകൻ വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയിൽ അടുത്തടുത്തായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്നു. കേസ് അന്വേഷിച്ചു പോകുന്ന നായകനെ കാത്തിരുന്നതോ ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് അടുത്തിടെ കന്നഡത്തിൽ റിലീസായ സെക്കൻഡ് കേസ് ഓഫ് സീതാറാം എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? ഇതിന്റെ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും തമ്മിൽ കണക്ഷനൊന്നുമില്ല. രണ്ടാമത്തെ പാർട്ടില് സീതാറാം അന്വേഷിക്കുന്ന രണ്ടാമത്തെ കൊലപാതക കേസാണ് കാണിക്കുന്നത്. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ നടക്കുന്നത് കർണാടകത്തിലെ ഒരു ഗ്രാമത്തിലാണ്. ജനങ്ങളെല്ലാവരും വല്ലാതെ പരിഭ്രാന്തരായി നിൽക്കുകയാ. പോലീസുകാർക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തു സുരക്ഷയാ കിട്ടുന്നതെന്നൊക്കെ ഗ്രാമവാസികൾ ചർച്ച ചെയ്യുന്നു. മാത്രവുമല്ല, ഗ്രാമവാസികൾ എല്ലാവരും ആ നാട്ടിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു. എന്നിട്ടും പോലീസുകാർ എന്താ ഇങ്ങനെ സൈലന്റ് ആയി ഇരിക്കുന്നതെന്നാണ് ജനങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത്. ഇതെല്ലാം കേട്ട് വല്ലാതെ ടെൻഷനായിരിക്കുന്ന നമ്മുടെ നായകനായ പോലീസ് ഇൻസ്പെക്ടറായ സീതാറാമിനെ കാണിക്കുന്നു. സീതാറാമാണെങ്കിലോ വല്ലാത്ത ടെൻഷനിലായിരുന്നു. മാത്രവുമല്ല, തന്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സീതാറാം ആലോചിക്കുന്നു. സീതാറാമിന് അമ്മയില്ല, അമ്മ മരണപ്പെട്ടു പോയി. അച്ഛനാണ് സീതാറാമിനെ വളർത്തിയിരുന്നത്. സീതാറാമിന് ഒരു ചേച്ചിയുണ്ട്. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിയാണ് അമ്മയായി സീതാറാം കരുതിയിരുന്നതും. അത്രയ്ക്കും ചേച്ചിയെ ഇഷ്ടമായിരുന്നു. എന്നാൽ ചേച്ചിയാണെങ്കിൽ മറ്റൊരു പയ്യനുമായി പ്രണയത്തിലാവുകയും അച്ഛൻ ആ ഒരു ബന്ധം സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോൾ ചേച്ചി തന്റെ ഭർത്താവിനെയും കൂട്ടി തിരികെ വന്നു. പക്ഷേ അച്ഛനാണെങ്കിലോ അവരെ അംഗീകരിച്ചില്ല. ഇനി ഈ ഒരു വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി തന്റെ ഭർത്താവിനെയും കൂട്ടി ഇറങ്ങിപ്പോകുന്നത്. മാത്രവുമല്ല, ചേച്ചിക്കൊപ്പം പോകുവാനായിട്ട് സീതാറാമിന് കഴിഞ്ഞതുമില്ല. കുട്ടിയായതുകൊണ്ട് തന്നെ അച്ഛനാണല്ലോ സീതാറാമിന്റെ കാര്യം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നതും. അങ്ങനെ കുറേ നാൾ കടന്നുപോയി. സീതാറാം വളർന്നു വലുതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറി. ചേച്ചിയും ജോലി കിട്ടി ആ നാട്ടിലേക്ക് തന്നെ വരികയുണ്ടായി. ഇതാണ് സീതാറാമിന്റെ കുടുംബവും കുട്ടിക്കാലവും. സീതാറാം ഇപ്പോഴുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്കായി എത്തിയ സമയത്ത് അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആ ഹോട്ടലിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒരു വയസ്സായ മുത്തശ്ശനാ. മുത്തശ്ശനോട് സീതാറാമിന് നല്ല കാര്യമാണ്, രണ്ടുപേരും നല്ല കൂട്ടാ. മാത്രവുമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ചായയൊക്കെ കൊണ്ടുവരുന്നതും ഒരു വയസ്സായ സ്ത്രീയാണ്. അവരുടെ ആരോഗ്യമൊക്കെ വലിയ മോശമാ. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് നോക്കണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താൽ മതിയെന്ന്. ആ വയസ്സായ സ്ത്രീയോടും സീതാറാമിന് നല്ല കാര്യമാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ചായ കൊണ്ടുവരുന്ന സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വിവരം സീതാറാം അറിയുന്നു. സീതാറാം മരണത്തിൽ പങ്കെടുക്കുവാനായിട്ട് മരണ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നു. അവിടുത്തെ കാട്ടിൽ നിന്നും ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് പോവുകയാണ്. എന്നാൽ ആ ഡെഡ് ബോഡി കണ്ടതും സീതാറാം ഞെട്ടിപ്പോകുന്നു. അത് മറ്റാരുമല്ല, സീതാറാം ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാനായി പോകില്ലേ, അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ മുത്തശ്ശനായിരുന്നു. അത് കണ്ട് സീതാറാം ആകെ തകർന്നു പോകും. മുത്തശ്ശന് സാധാ മരണമല്ല, ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. മുള്ളുകമ്പി കൊണ്ടാണ് ശരീരത്തിൽ ആകെ മുറിവുണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, നെഞ്ചത്തെന്തോ ആയുധം കൊണ്ട് കുത്തിയ അടയാളവുമുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഈ കൊല ചെയ്തിരിക്കുന്നത് ഏതോ വലിയ സൈക്കോപാത്താണ്. കാരണം ജീവനോടുകൂടി ഇരിക്കവേ തന്നെ ഇരുമ്പ് കമ്പി കൊണ്ടാണ് ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുള്ളുകമ്പി കൊണ്ട് ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മുറിവുകളോളം ഡെഡ് ബോഡിയിലുണ്ട്. ഈ സൈക്കോപാത്ത് ഒറ്റയടിക്ക് കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് വേദന അനുഭവിപ്പിച്ചാണ് കൊന്നിരിക്കുന്നത്. ക്രൂരമായിട്ടുള്ള മരണമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഏതോ ഒരു ഇരുമ്പ് ആയുധം കൊണ്ട് അവസാനം നെഞ്ചത്തേക്ക് കുത്തിയിറക്കിയത് കൊണ്ടാണ് മരണവും സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സൈക്കോപാത്തിനെ എത്രയും വേഗം കണ്ടുപിടിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുമെന്നായിരുന്നു ഡോക്ടറിന്റെ അഭിപ്രായം. ഇതെല്ലാം കേട്ട് സീതാറാം ആകെ ടെൻഷനാകുന്നു. മരണപ്പെട്ട മുത്തശ്ശന്റെ മരണാനന്തര ചടങ്ങിലെല്ലാം സീതാറാം പങ്കെടുക്കുന്നു. അപ്പോഴാണ് അടുത്തൊരു വിവരം അറിയുന്നത്. അതേ പാറ്റേണിൽ കൊല ചെയ്യപ്പെട്ട് വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് സീതാറാമും കൂട്ടരും. എങ്ങനെയാണോ മുത്തശ്ശനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ മനുഷ്യനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം യഥാർത്ഥ സൈക്കോ കില്ലറിനെ കാണിക്കുന്നു. മറ്റൊരാളിനെ കൊല ചെയ്യുകയാണ് ആ ഒരു സൈക്കോ കില്ലർ. മാത്രവുമല്ല, സ്വന്തം തല കൊണ്ട് കണ്ണാടിയിൽ ഇടിച്ചു പൊട്ടിക്കുകയും എന്നിട്ട് ആ കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മുത്തശ്ശന്റെ മരണം സംഭവിച്ചതുപോലെ അടുത്തൊരാളുടെയും മരണം സംഭവിച്ചല്ലോ. ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ കൂടി വന്നുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് വന്ന എല്ലാ ആളുകളെയും കണ്ടെത്തണം. മാത്രവുമല്ല പരിചയമില്ലാത്ത രീതിയിൽ ആരെ കണ്ടാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണമെന്നും ആ ഒരു സൈക്കോപാത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസുകാർ ആരംഭിക്കുന്നു. മാത്രവുമല്ല സീതാരാമനാണെങ്കിലോ വീണ്ടും ചായ കുടിക്കുവാൻ വേണ്ടിയിട്ട് ചായക്കടയിലേക്ക് എത്തിയ സമയത്ത് അതേ സൈക്കോപാത്ത് ആ ഗ്രാമത്തിലേക്ക് എത്തി സീതാറാമിന് മുന്നിൽ തന്നെ വന്ന് ചായ കുടിക്കുവാനായി ഇരിക്കുന്നു. സീതാറാമനാണെങ്കിൽ അത് സൈക്കോപാത്ത് ആണെന്നുള്ള കാര്യം പോലും അറിയത്തേയില്ലല്ലോ. സീതാറാമനോട് അയാൾ സംസാരിക്കുവാനായും ആരംഭിക്കുന്നു. സാർ, എന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. എനിക്കൊരു പരാതി പറയുവാനുണ്ട്. ഞാൻ അടുത്ത ഗ്രാമത്തിൽ നിന്നാ വരുന്നത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും ഞാൻ കംപ്ലൈന്റ് കൊടുത്തതാ. പക്ഷേ ആരും തന്നെ മൈൻഡ് ചെയ്തതേയില്ല. എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. സാർ എന്നെ സഹായിക്കുമെന്ന് തോന്നിയെന്ന് സെബാസ്റ്റ്യൻ പറയുമ്പോൾ എന്തുണ്ടെങ്കിലും സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ടാണ് സീതാറാം പറയുന്നത്. എന്റെ മകൾക്ക് വിവാഹപ്രായമായി. അപ്പോൾ ഞാനിങ്ങനെ കംപ്ലൈന്റുമായിട്ടൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. സെബാസ്റ്റ്യന്റെ ആവശ്യം എന്തെന്നുള്ളത് സീതാറാം കേൾക്കുകയാണ്. സെബാസ്റ്റ്യന്റെ മകളെ കുറച്ചുപേർ ചേർന്ന് ടോർച്ചർ ചെയ്യുകയാണെന്നും കുട്ടി മാനസികമായിട്ട് വല്ലാത്ത പ്രശ്നമാണ് അനുഭവിക്കുന്നതെന്നും സെബാസ്റ്റ്യൻ സീതാറാമിനോട് പറയുന്നു. അവരുടെ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഈ കേസ് ഞാൻ നോക്കിക്കൊള്ളാമെന്നും സീതാറാം പറയുന്നു. സീതാറാം ആണെങ്കിലോ ആ ഒരു വയസ്സായ മുത്തശ്ശനും പിന്നെ രണ്ടാമതൊരാളും മരണപ്പെട്ടില്ലേ, അവരുടെ കേസ് അന്വേഷിച്ച് നേരെ പോകുന്നത് ഒരു വൈൻ ഷോപ്പ് നടത്തുന്ന ആളിനടുത്തേക്കാണ്. ഈ മുത്തശ്ശനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, കുറച്ചു ദിവസം മുൻപ് എന്നെ കാണുവാനായി വന്നിരുന്നു. ഏതോ കുറച്ച് ഗ്യാങ് ചേർന്ന് ആ മുത്തശ്ശനെ ടോർച്ചർ ചെയ്യുന്നുവെന്നും 50,000 രൂപ വേണമെന്ന് പറഞ്ഞ് കാശും വാങ്ങിക്കൊണ്ട് പോയെന്നും വൈൻ ഷോപ്പ് ഓണർ പറയുന്നു. അതേ സമയമായിരുന്നു അതേ വൈൻ ഷോപ്പിൽ നിന്നും ഒരാളാണെങ്കിൽ മദ്യവും വാങ്ങിക്കൊണ്ട് പോകുന്നത്. അയാൾ നേരെ എത്തിയിരിക്കുന്നത് ഒരു പുഴക്കരയിലാണ്. മീൻ പിടിക്കുവാനായിട്ടും വെയിറ്റ് ചെയ്യുന്നു. മാത്രമല്ല വാങ്ങിക്കൊണ്ടുവന്ന മദ്യവും അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയാൾക്ക് പിന്നിലായിട്ട് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ആരാടാ, എന്നെ പേടിപ്പിക്കാറായോ എന്നൊക്കെ ചോദിച്ച് അയാൾ വല്ലാതെ ബഹളമുണ്ടാക്കും. എന്നാൽ അവിടെയുണ്ടായിരുന്ന പൊന്തക്കാട്ടിലേക്ക് അയാൾ കടക്കുകയാണ്. ശബ്ദം കേട്ടതുകൊണ്ടാണ് അങ്ങോട്ട് കയറിയതും. എന്നാൽ ആ പൊന്തക്കാട്ടിൽ നിന്നും അയാളുടെ വലിയ കരച്ചിലാണ് കേൾക്കുന്നത്. ആ ഒരു സീൻ അവിടെ കെട്ടായി. സീതാറാമാണെങ്കിലോ ആ മുത്തശ്ശനെ ടോർച്ചർ ചെയ്ത ആ ഒരു ഗ്യാങ്ങിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യം പറ, നീയൊക്കെ ചേർന്നല്ലേ മുത്തശ്ശനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനു മുത്തശ്ശനെ കൊല്ലണം? മുത്തശ്ശനോട് കാശ് ചോദിച്ചത് ശരി തന്നെ, അല്ലാതെ ഞങ്ങൾ മുത്തശ്ശനെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം ആ പയ്യന്മാർ പറയുന്നു. അതേ സമയമായിരുന്നു സ്റ്റേഷനിലേക്ക് സെബാസ്റ്റ്യൻ വരുന്നത്. സെബാസ്റ്റ്യൻ തന്റെ മകളെ ശല്യം ചെയ്യുന്നവരുടെ ഫോട്ടോയൊക്കെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. എന്നാൽ അതേ സമയമായിരുന്നു കാട്ടിൽ നിന്നും ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയെന്നുള്ള വിവരം സീതാറാമിന് കിട്ടുന്നത്. സീതാറാമും കൂട്ടരും കാട്ടിലേക്ക് പോകുന്നു. ആ മദ്യപിച്ച് മീൻ പിടിക്കുവാനായി പോയ ആളിലെ അയാളുടെ ഡെഡ് ബോഡിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണോ മുത്തശ്ശനും വേറൊരാളുടെ ഡെഡ് ബോഡിയും കിട്ടിയില്ലേ അവരൊക്കെ കൊല ചെയ്യപ്പെട്ടത്, അതേ പാറ്റേണിൽ തന്നെയാണ് ദേ ഈ മദ്യപിച്ചിരുന്ന ആളും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തടുത്ത് മരണങ്ങൾ സംഭവിക്കുന്നു. ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. താൻ എന്ത് ചെയ്യുമെന്ന ടെൻഷനിലായിരുന്നു സീതാറാം. അതേ സമയമായിരുന്നു മറ്റൊരു കാര്യം കൂടി സീതാറാം അറിയുന്നത്. സീതാറാമിന്റെ ഗണ്ണ് അലമാരയിൽ നിന്ന് മിസ്സായിരിക്കുന്നു. ആരാണ് ഗണ്ണെടുത്തതെന്ന് ആർക്കും അറിയത്തേയില്ല. എന്നാൽ സീതാറാമിന്റെ സംശയം രണ്ട് പയ്യന്മാരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തില്ലേ മുത്തശ്ശനെ ശല്യം ചെയ്ത ആ പയ്യന്മാരായിരിക്കുമോ എന്ന സംശയം കൊണ്ട് അവന്മാരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. ഞങ്ങൾക്ക് എന്തിനാ സാറിന്റെ ഗണ്ണ്, ഞങ്ങൾ ഗണ്ണൊന്നും എടുത്തില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ആ പയ്യന്മാർ കരയുന്നതും. ആരായിരിക്കും ഗണ്ണെടുത്തതെന്ന് സീതാറാമിന് വല്ലാത്ത സംശയം. ഇവരെ കൂടാതെ ആരായി റൂമിലേക്ക് വന്നതെന്നൊക്കെ സീതാറാം ചിന്തിക്കുന്നു. അതേസമയം യഥാർത്ഥത്തിൽ ഗണ്ണെടുത്ത ആളിനെ നമ്മളെ കാണിക്കുകയാണ്. അത് മറ്റാരുമല്ല, സെബാസ്റ്റ്യൻ തന്നെയാണ്. ഗണ്ണ് കാണാത്തതിന്റെ ടെൻഷനിലിരിക്കുകയായിരുന്നു സീതാറാം. അപ്പോഴാണ് ടേബിളിലിരിക്കുന്ന ലെറ്റർ കാണുന്നത്. അതിൽ സെബാസ്റ്റ്യൻ കൊണ്ടുവച്ചതായിരുന്നു. സെബാസ്റ്റ്യന്റെ കംപ്ലൈന്റും തന്റെ മകളെ ശല്യം ചെയ്യുന്ന പയ്യന്റെ ഫോട്ടോയുമായിരുന്നു. ഉടനെ തന്നെ കോൺസ്റ്റബിളിനെ വിളിച്ച് ആ ഒരു ലെറ്റർ ഏൽപ്പിച്ചിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ആ പയ്യനെ വിരട്ട്, എന്നിട്ട് ഈ പയ്യൻ ആരാണെന്നൊന്ന് അന്വേഷിക്കുവാനായിട്ടും സീതാറാം പറയുന്നു. ഉടനെ തന്നെ കോൺസ്റ്റബിൾ ആണെങ്കിലോ പയ്യന്റെ ഫോട്ടോ പുറത്തെടുക്കുന്നു. മാത്രവുമല്ല ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ നമ്പർ കിട്ടുന്നതുമില്ല. പയ്യന്റെ ഫോട്ടോ പുറത്തെടുത്ത സമയത്താണ് ഈ പയ്യനെ കാണാനില്ല എന്ന് 3 മാസം മുൻപ് കംപ്ലൈന്റ് കിട്ടിയ കാര്യം കോൺസ്റ്റബിൾ ഓർക്കുന്നത്. നോട്ടീസ് ബോർഡിലും ആ പയ്യന്റെ ഫോട്ടോയുണ്ട്. ആ ഒരു വിവരം സീതാറാമിനെ അറിയിക്കുന്നു. സീതാറാം ഉടനെ തന്നെ കാണാതായ പയ്യന്റെ അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അവരുടെ മകൻ കാണാതായിട്ട് 3 മാസമായി. പക്ഷേ സെബാസ്റ്റ്യൻ ആണെങ്കിൽ തന്റെ മകളെ ഈ പയ്യൻ ശല്യം ചെയ്യുന്നെന്ന് പറഞ്ഞാണല്ലോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ സെബാസ്റ്റ്യന്റെ മകളും ഇതേ 3 മാസം മുൻപ് മരണപ്പെട്ടു പോയി. ആത്മഹത്യയാണ് ചെയ്തിരിക്കുന്നത്. അന്നു മുതൽ സെബാസ്റ്റ്യന്റെ സമനില തന്നെ തെറ്റിയിരിക്കുകയാണ്. അയാൾ ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നും ആ പയ്യന്റെ അമ്മ പറയുന്നു. ഇതെല്ലാം കേട്ട് സീതാറാം ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് സീതാറാമിന് മനസ്സിലാകുന്നതേയില്ല.
മാത്രവുമല്ല, സെബാസ്റ്റ്യന്റെ മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? സെബാസ്റ്റ്യൻ അടുത്ത ഗ്രാമത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലെത്തി പോലീസ് ഉദ്യോഗസ്ഥനോട് അന്വേഷിക്കുന്ന സമയത്ത് ഈ സെബാസ്റ്റ്യന്റെ മകൾ ആത്മഹത്യ ചെയ്തതാണ്. മാത്രമല്ല, സെബാസ്റ്റ്യന്റെ ഭാര്യയും തീ കൊളുത്തി മരിച്ചു. അത് യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ അതോ അയാൾ കൊന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ദുരൂഹത നിറഞ്ഞൊരു മനുഷ്യനാണ് ഈ സെബാസ്റ്റ്യൻ എന്നും, മാത്രമല്ല കാണാതെ പോയ പയ്യൻ മിക്കവാറും സെബാസ്റ്റ്യന്റെ കസ്റ്റഡിയിൽ തന്നെ കാണുമെന്നുള്ള സംശയവും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിന് പിന്നിലെ കാരണമെന്തെന്നാൽ, ഇടയ്ക്ക് ഇവർക്ക് സംശയം തോന്നി ഈ സെബാസ്റ്റ്യന്റെ വീടൊന്ന് പരിശോധിക്കുവാനായി എത്തിയതാ. പക്ഷേ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ പിച്ചുമ്പയും പറയുകയും കത്തി ഉപയോഗിച്ച് എന്തൊക്കെയോ കുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ ആണെങ്കിലോ തന്റെ ഭാര്യയും മകളും മരിച്ചതിന് ശേഷം സമനില തെറ്റിയതാണ്. സ്കൂളിലെ അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. തന്റെ ദേഷ്യം തീരും വരെ കുട്ടികളെയൊക്കെ തല്ലും. അതുകൊണ്ടാണ് സെബാസ്റ്റ്യനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതോടുകൂടി സെബാസ്റ്റ്യന്റെ മാനസിക നില വീണ്ടും തെറ്റുവാനായിട്ട് തുടങ്ങി. തന്റെ മകളാണെങ്കിലോ മറ്റൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. മാത്രമല്ല, ആ പയ്യനുമായിട്ട് ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ആ പയ്യനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അതിലാണ് മകൾ ആത്മഹത്യ ചെയ്തതും. മകളുടെ മരണത്തിന് ശേഷം മകൾ എപ്പോഴും തന്നോടൊപ്പം ഉണ്ടെന്നാണ് സെബാസ്റ്റ്യൻ കരുതിയിരിക്കുന്നത്. സെബാസ്റ്റ്യന് മാത്രമാണ് മകളെ കാണുവാനായിട്ട് കഴിയുന്നത്. സത്യത്തിൽ അത് സെബാസ്റ്റ്യന്റെ തോന്നല. മകൾ സെബാസ്റ്റ്യനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഗണ്ണെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്? എന്തായാലും പോലീസുകാർ നിങ്ങളെ പൊക്കുമെന്നാണ് മകൾ പറയുന്നതും. അത് കേട്ട് സെബാസ്റ്റ്യന് വല്ലാതെ ടെൻഷനായി. അതേ സമയമായിരുന്നു വീട്ടിലാരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. കതക് തുറന്നു നോക്കുമ്പോഴോ അത് നമ്മുടെ നായകനായ സീതാറാം ആയിരുന്നു. സീതാറാം അകത്തേക്ക് കിടക്കും. എന്നിട്ട് സെബാസ്റ്റ്യനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. മകൾ കാണാനില്ല എന്ന് പറഞ്ഞല്ലേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതും. എന്നാൽ സെബാസ്റ്റ്യൻ ആണെങ്കിലോ തന്റെ മകൾ വീട്ടിലുണ്ട് എന്നതുപോലെ തന്നെ പെരുമാറുന്നു. അത് കാണുമ്പോൾ സീതാറാം ഉറപ്പിക്കും സെബാസ്റ്റ്യന് മാനസിക പ്രശ്നം തന്നെയാണെന്ന്. തനിക്ക് കുടിക്കുവാനായിട്ട് കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ വെള്ളമെടുക്കുവാനായിട്ട് അകത്തേക്ക് കടക്കുന്നു. ആ സമയം തന്നെയായിരുന്നു സീതാറാം വീട് മുഴുവൻ പരിശോധിക്കുന്നത്. സെബാസ്റ്റ്യൻ ഇത്രയും നാളായിട്ട് കൊല ചെയ്തവരുടെയൊക്കെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. അത് കാണുന്ന സീതാറാം ഷോക്കായി പോകുന്നു. അതേ സമയമായിരുന്നു ആരോ ഗണ്ണ് ഫയർ ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, സെബാസ്റ്റ്യനാണ്. സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്, സാർ ഇവിടെ വന്നത് വലിയ തെറ്റായിപ്പോയി, വരാൻ പാടില്ലായിരുന്നുവെന്ന് പറഞ്ഞ് സീതാറാമിനെ ആക്രമിക്കുവാനായും ശ്രമിക്കും. അവിടെ വെച്ച് വലിയ പിടിവലി നടക്കുകയാണ്. മാത്രമല്ല, സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരും എത്തിയിരുന്നു. എല്ലാവരും ആ ഒരു വീടിനെ വളഞ്ഞിട്ടുണ്ട്. ഒരുവിധം സെബാസ്റ്റ്യനെ പിടികൂടുകയാണ്. സൈക്കോപാത്തിനെ പിടികൂടിയത് കൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥൻ സീതാറാമിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ അതേ സമയമായിരുന്നു ഇതേ പാറ്റേണിൽ മറ്റൊരാൾ, അതാരാണെന്ന് കാണിക്കുന്നതേയില്ല, ഒരു പോലീസുകാരനെ ക്രൂരമായി കൊല ചെയ്യുന്നു. ഇതുവരെയും നടന്ന കൊലപാതകങ്ങളെല്ലാം എങ്ങനെ നടന്നു അതുപോലെ തന്നെ. എന്നാൽ രണ്ടുപേരാണെങ്കിലോ അതുവഴി നടന്നു പോകുന്ന സമയത്ത് ഒരു വീടിനുള്ളിൽ നിന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിൽ ഒരു മൃതദേഹം കാണുകയാണ്. അതും പോലീസ് ഉദ്യോഗസ്ഥന്റെ. ആ രണ്ടുപേരും ഈ ഒരു വിവരം സ്റ്റേഷനിലും അറിയിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് സീതാറാമും എത്തുന്നുണ്ട്. ഡെഡ് ബോഡി കാണുന്ന സീതാറാമിന് ഒരു കാര്യം ഓർമ്മ വരുന്നു. ജനങ്ങളെ രക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ മരണപ്പെടുന്നല്ലോ, അപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് സമാധാനത്തോടു കൂടി കഴിയുക എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞതെല്ലാം സീതാറാമിന് ഓർമ്മ വരുന്നു. കാരണം മരിച്ചവരുടെ കൂട്ടത്തിൽ പോലീസുകാരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പോലീസുകാരും മരണപ്പെടുന്നു. ഇതിനു പിന്നിൽ ഇതുവരെയും താൻ അറസ്റ്റ് ചെയ്ത സെബാസ്റ്റ്യൻ അല്ല എന്നും, ഒരു നിരപരാധിയാണ് സൈക്കോപാത്ത് എന്ന രീതിയിൽ താൻ അറസ്റ്റ് ചെയ്തതെന്നും സീതാറാമിന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ ഒരു സൈക്കോപാത്ത് എന്നും സീതാറാം ചിന്തിക്കും. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫാമിലിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്തെങ്കിലും മുൻപ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. മാത്രവുമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥനൊരു മകളുണ്ട്. ഈ മകളാണെങ്കിൽ ഒരു മ്യൂസിക് ക്ലാസ്സിൽ പോകുമായിരുന്നു. മകൾ മ്യൂസിക് ക്ലാസ്സിൽ പോകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം അവരുടെ ഭാര്യ പറയുന്നു. അത് കേൾക്കുന്ന സീതാറാമിന് ഒരു കാര്യം മനസ്സിലാക്കും. കാരണം ഇതുവരെയും മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഏകദേശം ഒരു 15-നും 20-നും ഇടയിൽ പ്രായം വരുന്ന പെൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരും ഒരു മ്യൂസിക് ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ ഈ മ്യൂസിക് ക്ലാസ്സും ഇവരുടെയൊക്കെ അച്ഛൻ മരണപ്പെട്ടതിന് പിന്നിലും എന്തൊക്കെയോ കാരണമുണ്ടെന്നും സീതാറാമിന് മനസ്സിലാകും. മ്യൂസിക് ക്ലാസ്സിൽ പോയി മരണപ്പെട്ടവരുടെ എല്ലാവരുടെയും മക്കൾ അവിടെ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ് സീതാറാം. അതിനുശേഷം ഇവരുടെയൊക്കെ വീട്ടിലെത്തി അന്വേഷിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടികളുടെയൊക്കെ അച്ഛന്മാർ മരണപ്പെടുന്നതിന് മുൻപ് ഇവരുടെ വീടിന് മുന്നിൽ നിന്നും ഒരു വീണയുടെ സ്റ്റാച്യു കിട്ടുമായിരുന്നു. മരണപ്പെട്ട എല്ലാവരുടെ വീട്ടിലും ആ ഒരു സ്റ്റാച്യു ഉണ്ട്. മാത്രവുമല്ല, ഇനി ഈ ഒരു വീണ ആരുടെ കൈവശമാണോ കിട്ടുന്നത് അവരുടെ വീട്ടിലുള്ള ആളായിരിക്കും മരണപ്പെടാൻ പോകുന്നതെന്നും സീതാറാം
സീതാറാം ഉറപ്പിക്കുന്നു. മാത്രവുമല്ല സീതാറാമാണെങ്കിലോ സെബാസ്റ്റിന്റെ കേസ് അന്വേഷിച്ച് അടുത്ത നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേ. വീണ്ടും അവിടേക്ക് എത്തി സെബാസ്റ്റിന്റെ കേസിനെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്താണ് ഒരു ഫയൽ സീതാറാമിന്റെ കണ്ണിൽ പെടുന്നത്. അത് ഇതേ നാട്ടിൽ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ഫയലായിരുന്നു. ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ട് സീതാറാം എത്തുന്നുണ്ട്. കേസിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അതൊരു കുഴപ്പം പിടിച്ച കേസായിരുന്നു എന്നാണ്. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ നാട്ടില് വർഷങ്ങൾക്ക് മുൻപ് മഞ്ജു എന്നൊരു പയ്യനുണ്ടായിരുന്നു. മഞ്ജു ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയാണ്. എന്നാൽ ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ അത് അറിയത്തേയില്ല. ഇവർ രണ്ടുപേരും ഒരിക്കൽ ആരും അറിയാതിരുന്ന് സംസാരിക്കുന്നതെല്ലാം അതുവഴി നടന്നുപോയ ഒരു വയസ്സായ ആൾ കാണുന്നു. അയാൾ ഉടനെ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിവരമറിയിക്കുകയാണ്. നാട്ടിൽ തന്നെ അത്യാവശ്യം പ്രമാണിയായിരുന്നു അയാൾ. അയാൾ ഉടനെ തന്നെ മഞ്ജുവിനെ പിടിച്ചുകൊണ്ടുവന്ന് തല്ലി ചതയ്ക്കുകയാണ്. തന്റെ മകളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാണ് തല്ലുന്നത്. തല്ലി ചതച്ചത് മാത്രമല്ല, അയാളുടെ വീട്ടിലെ വേലക്കാരിയെ ഈ പയ്യൻ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് കള്ളക്കേസുണ്ടാക്കി അവനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് മഞ്ജു പുറത്തേക്ക് ഇറങ്ങുകയാണ്. മഞ്ജു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ അമ്മ അവനെ സ്വീകരിക്കുന്നതേയില്ല. അവനെ അടിച്ചിറക്കി കളയുന്നു. അതേ സമയമായിരുന്നു എവിടെ പോകുമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവനെയും ആ പെണ്ണിനെയും ഒറ്റിക്കൊടുത്ത ആ വയസ്സായ ആളിലെ അയാളെ കാണുന്നത്. ഇയാൾ കാരണമല്ലേ തനിക്ക് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇയാൾക്കിട്ട് പണി കൊടുക്കണമെന്നും മഞ്ജു തീരുമാനിക്കുന്നു. മഞ്ജു ആദ്യം ചെയ്തത് അയാളുടെ ഒരേ ഒരു മകളെ കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ഗ്രാമത്തില് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ട്. ആ വീട്ടിലെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് അടച്ചിടുന്നു. അതിനുശേഷം വയസ്സായ ആളിനെയും അവിടേക്ക് കൊണ്ടുവരികയാണ്. അവിടെ നിന്നും വലിയ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത് കാരണം ഗ്രാമവാസികളെല്ലാം അവിടേക്ക് ഓടിക്കൂടുന്നു. കതക് തുറന്ന് ഓടിയിറങ്ങി വരുന്നത് ആ പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടിക്ക് പിന്നാലെ ആ വയസ്സായ ആളും വരുന്നുണ്ട്. ഗ്രാമവാസികൾ എല്ലാവരും കരുതിയത് അയാൾ അയാളുടെ മകളെ തന്നെ റേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുവെന്നാണ്. പെൺകുട്ടി പേടിച്ചാണ് നിലവിളിച്ചതും. എന്നാൽ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് അറിയാമല്ലോ. പക്ഷേ നാട്ടുകാരും വിശ്വസിച്ചില്ല. അയാളെ തല്ലിച്ചതയ്ക്കുകയാണ്. അതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മാറി കാണുകയാണ് മഞ്ജു. എന്നാൽ അയാൾക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം കാരണം വലിയ കൂസലൊന്നുമില്ല. പക്ഷേ നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നത് താങ്ങാനാകാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. മകൾ മരണപ്പെട്ടിട്ടും അയാളാണെങ്കിലോ ഒരു കൂസലുമില്ലാതെ കൂളായിട്ടാണ് നാട്ടിലിറങ്ങി നടക്കുന്നതും. എന്നാൽ ഇതൊന്നും കാണുന്ന മഞ്ജുവിന് സഹിക്കുന്നതേയില്ല. കാരണം അയാൾ കാരണമാണ് മഞ്ജുവിന് തന്റെ ജീവിതമേ നഷ്ടമായത്. മാത്രമല്ല കാമുകിയെ വേറെ കെട്ടിച്ചുവിടാനായിട്ടുള്ള കാരണവും ഇയാൾ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ദേഷ്യം സഹിക്കാനാകാത്ത മഞ്ജു അയാളെ കടത്തിക്കൊണ്ടു പോവുകയും ഇപ്പോഴൊക്കെ കൊലപാതകങ്ങൾ നടത്തുന്ന അതേ പാറ്റേണില്ലേ, ആ ഒരു പാറ്റേണിൽ തന്നെ അയാളെ ക്രൂരമായിട്ട് കൊല ചെയ്യുന്നു. ഈ ഒരു കേസ് അന്വേഷിക്കുവാനായി എത്തിയത് ഈ റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്ന സമയത്ത് അന്നേ ദിവസം രാത്രി ആ വീട്ടിൽ നിന്ന് മഞ്ജു ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടവരുണ്ട്. പക്ഷേ എത്ര തന്നെ മഞ്ജുവിനെ അന്വേഷിച്ചിട്ടും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. താൻ റിട്ടയർ ആവുകയും ചെയ്തു എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. സീതാറാം നേരെ വരുന്നത് മഞ്ജുവിന്റെ വീട്ടിലേക്കാണ്. മഞ്ജുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് മഞ്ജു കുട്ടിക്കാലത്തെ വീട്ടിൽ നിന്ന് പോയതാണ്. അവൻ എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയത്തില്ല എന്നും വീട്ടുകാർ പറയുന്നു. എന്നാൽ സീതാറാമിന് നല്ല സംശയമുണ്ട്. കാരണം മഞ്ജുവിന്റെ സഹോദരി എന്ന് വെച്ചാൽ മഞ്ജുവിന് ജീവനാണ്. സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ കാര്യം അമ്മ വഴി അറിയുന്നു. അങ്ങനെയാണെങ്കിൽ സഹോദരിയുടെ വീഡിയോ കാസറ്റ് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ വീഡിയോ കാസറ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുവാനായിട്ട് മഞ്ജു വന്നിരുന്ന കാര്യവും ആളിനെയും സീതാറാമിന് മനസ്സിലാകുന്നു. അതാരെന്നാൽ ഇതുവരെയും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിലെ ഡോക്ടറിന്റെ സഹായിയായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ തന്നെയാണ് ഈ മഞ്ജു എന്നുള്ള കാര്യവും സീതാറാമിന് ഉറപ്പാകുന്നു. ഇനി ആരെയായിരിക്കാം അവൻ കൊല്ലാൻ പോകുന്നത് അത് കണ്ടെത്തണമെന്നും സീതാറാം തീരുമാനിക്കുന്നു. അതേ സമയത്തായിരുന്നു ആ ഒരു വീണയുടെ സ്റ്റാച്യുവില്ലേ, അതിപ്പോൾ വന്നിരിക്കുന്നത് തന്റെ സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്കാണെന്നുള്ള കാര്യം സീതാറാം അറിയുന്നത്. സൈക്കോപാത്ത് അടുത്തതായി കൊല ചെയ്യാൻ പോകുന്നത് തന്റെ അളിയനെയാണെന്ന് മനസ്സിലാക്കിയ സീതാറാം ചേച്ചിയെ വിളിച്ച് ഈ ഒരു വിവരം പറയുന്നു. എന്നാൽ ചേച്ചി പറയുന്നത്, ഇത്രയും വർഷമായിട്ടും നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു ബോധവുമില്ലായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് എന്താ നിനക്ക് ഇത്രയും സ്നേഹം? നീ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടണ്ട, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ചേച്ചി കോള് കട്ട് ചെയ്യുന്നു. ചേച്ചി ഉടനെ തന്നെ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുവാനായും ആവശ്യപ്പെടുകയാണ്. സീതാറാം ആരും അറിയാതെ തന്റെ അളിയനെ ഫോളോ ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ആ സൈക്കോ കില്ലറിനെ, അതായത് മഞ്ജുവിനെ പിടികൂടണമെന്ന വാശിയായി സീതാറാമിന്. ഒരു ഘട്ടത്തിൽ മഞ്ജുവിനെ പിടികൂടുകയാണ്, അതും ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന്. മഞ്ജുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് കഥയിലൊരു ട്വിസ്റ്റ്. ആ കൊലപാതകം നടത്തിയത് മഞ്ജു അല്ല എന്നുള്ള കാര്യം മഞ്ജു തുറന്നു പറയുന്നു. മഞ്ജു വന്ന് അയാളെ കൊല്ലണമെന്നുള്ള വാശിയിൽ തന്നെയാണ് അയാളുടെ വീട്ടിലേക്ക് ചെന്നത്. പക്ഷേ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മഞ്ജുവിന് മുൻപ് തന്നെ ആരോ അയാളെ ക്രൂരമായിട്ട് കൊല ചെയ്തിരുന്നു. ഈ ഒരു കേസ് തന്റെ മണ്ടയിൽ വരുമോ എന്ന പേടി കാരണമാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതെന്നും
അങ്ങനെയാണ് താൻ നാടുവിട്ടു പോയതെന്നും താനല്ല അയാളെ കൊന്നതെന്നും മഞ്ജു പറയുന്നു. നാടുവിട്ടു പോയതിനു ശേഷം ഒരു ഡോക്ടറിന്റെ കീഴിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് കയറി. ജോലി ചെയ്ത് നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം ഒരു ഡെഡ് ബോഡി അവിടെ വരുന്നത്. എങ്ങനെയാണോ നാട്ടിലൊരാൾ കൊല ചെയ്യപ്പെട്ടത് അതേ പാറ്റേണിൽ തന്നെയാണ് ഒരു കൊല നടന്നിരിക്കുന്നത്, അതും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ അന്ന് കൊല ചെയ്ത അതേ ആൾ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലും. അയാളായിരിക്കാം കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മഞ്ജുവിന് മനസ്സിലായി. ഈ ഒരു സത്യങ്ങളെല്ലാം സീതാറാമിനോട് മഞ്ജു തുറന്നു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുമെന്നുള്ള കാര്യവും മഞ്ജു പറയുന്നു. പക്ഷേ ഇതൊന്നും വിശ്വസിക്കുവാനായിട്ട് സീതാറാം കൂട്ടാക്കിയതേയില്ല. അതേസമയം താൻ നിരപരാധിയാണെന്ന് എത്ര തന്നെ മഞ്ജു പറഞ്ഞിട്ടും പോലീസുകാർ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ മഞ്ജു സെല്ലിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ മഞ്ജുവിനെ രക്ഷപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം കാണുന്ന സീതാറാമാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യം ചിന്തിക്കുകയാണ്. മഞ്ജു പറഞ്ഞതിനെ കുറിച്ചുമൊക്കെ സീതാറാം ചിന്തിക്കുന്നു. മഞ്ജു കൊല ചെയ്യുവാനായി ശ്രമിച്ച ആ ഒരു വയസ്സായ ആളില്ലേ, അയാളെക്കുറിച്ച് സീതാറാം കൂടുതലായിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അയാൾക്കൊരു മകൾ മാത്രമായിരുന്നില്ല, ഒരു മകനും കൂടി ഉണ്ടായിരുന്നു. അയാളുടെ മകൾ ആത്മഹത്യ ചെയ്തതിനു ശേഷം അയാളുടെ മകനെ ഒരാൾ ദത്തെടുത്ത് വളർത്തുകയുണ്ടായി. പിന്നീട് ആ മകന്റെ ഒരു വിവരവും ഇല്ല എന്നുള്ള കാര്യവും സീതാറാമിന് മനസ്സിലായി. അതേ സമയമാണ് ആ ഒരു മകനെ കാണിക്കുന്നത്. യഥാർത്ഥ സൈക്കോപാത്ത് ആ മരണപ്പെട്ടു പോയ വയസ്സായ ആളില്ലേ, അയാളുടെ മകൻ തന്നെയാണ്. തന്റെ ചേച്ചിയാണ് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയിരുന്നതും. ചേച്ചിക്ക് അന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ലേ, അച്ഛനാണ് അവളെ റേപ്പ് ചെയ്യുവാനായി ശ്രമിച്ചതെന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാവരും പറഞ്ഞു തുടങ്ങിയില്ലേ. ആ ഒരു നാണക്കേട് സഹിക്കാതെ ചേച്ചി ആത്മഹത്യ ചെയ്തു. ചേച്ചിയാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവന് പാട്ടൊക്കെ പഠിപ്പിക്കും, മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇവരുടെ അച്ഛനാണെങ്കിൽ എന്നും കുടിച്ചു കൊണ്ടുവന്ന പ്രശ്നവും ചേച്ചിയെ വല്ലാതെ ടോർച്ചറും ചെയ്യുമായിരുന്നു. ഇതെല്ലാം ഈ അനുജൻ കണ്ടല്ലേ വളരുന്നത്. അവനെ ഏറ്റവും കൂട്ടായിരുന്ന അവന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തതിൽ പിന്നെ അവൻ ഒറ്റയ്ക്കായി. ഇതിനെല്ലാത്തിനും കാരണം അവന്റെ അച്ഛനല്ലേ. അച്ഛൻ കൂളായി നടക്കുന്നത് അവന് ഒട്ടും സഹിച്ചതേയില്ല. മാത്രവുമല്ല അവനെ ഒരാൾ ദത്തെടുത്തുകൊണ്ട് പോയല്ലോ, അത് മറ്റാരുമല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് ടീ കൊടുക്കുവാനായിട്ട് വന്ന ഒരു വയസ്സായ സ്ത്രീയില്ലേ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച, അവർ തന്നെയാണ് ആ പയ്യനെ ദത്തെടുത്ത് വളർത്തിയിരുന്നതും. എന്നാൽ തന്റെ ചേച്ചിയുടെ മരണത്തിന് ഉത്തരവാദി തന്റെ അച്ഛനാണെന്നുള്ള ബോധം ആ പയ്യനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ഒരു ദിവസം അച്ഛനെ ക്രൂരമായി കൊല ചെയ്തു. അതോടുകൂടി അവൻ ആ ഒരു കൊലപാതകം അവസാനിപ്പിച്ചത്, അവനെ ഒരാൾ ദത്തെടുത്തത് കൊണ്ട് അവനും ഒരു ഫാമിലി ഉണ്ടായില്ലേ, അമ്മ ഉണ്ടായില്ലേ. അമ്മ ഇല്ലാതെ വളർന്ന പയ്യന് അമ്മയുടെ സ്നേഹം കിട്ടിയതോടുകൂടി ഒരു കൊലപാതകത്തിൽ അവസാനിപ്പിച്ചിട്ട് വീണ്ടും അവൻ ഫാമിലിയായിട്ട് ജീവിക്കുവാനായും തുടങ്ങി. അങ്ങനെ അവൻ വളർന്നു വലുതായി. ആ സമയത്തായിരുന്നു ആ ഒരു വയസ്സായ സ്ത്രീയും മരണപ്പെട്ടു പോകുന്നത്. അതോടുകൂടി അവനവന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു. അവന്റെ കൺമുന്നിലേക്ക് പല കാഴ്ചകളും കടന്നു വരികയാണ്. ചേച്ചിക്ക് നടന്ന സംഭവങ്ങളും അവന്റെ അച്ഛന്റെ ദ്രോഹവും എല്ലാം അവന്റെ കൺമുന്നിൽ ഇങ്ങനെ വന്നുപോയി. അതോടുകൂടി അവന്റെ സമനില പൂർണ്ണമായും തെറ്റുകയുണ്ടായി. ഈ പയ്യൻ താമസിക്കുന്ന വീടിന് തൊട്ടടുത്താണ് മ്യൂസിക് ക്ലാസ് ഉള്ളത്. അവിടേക്ക് ഓരോ പെൺകുട്ടികളെയും അവരുടെ അച്ഛന്മാർ നിർബന്ധിച്ച് വലിച്ചിഴച്ചു കൊണ്ട് വരുന്നതെല്ലാം ഈ പയ്യൻ കാണുന്നുണ്ട്. പെൺകുട്ടികൾക്കൊന്നും മ്യൂസിക് ക്ലാസ്സിൽ വരാൻ ഇഷ്ടമല്ലെങ്കിലും അച്ഛന്മാർ നിർബന്ധിച്ചാണ് കൊണ്ടുവരുന്നത്. അതെല്ലാം കാണുന്ന ആ പയ്യന് തന്റെ ചേച്ചിയാണ് ഓർമ്മ വരുന്നതും. മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അച്ഛന്മാരെ കാണുമ്പോഴോ അവനവന്റെ അച്ഛനെയും ഓർമ്മ വരുന്നു. അങ്ങനെയാണ് മക്കളെ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന അച്ഛന്മാരെയൊക്കെ അവൻ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. മാത്രവുമല്ല, കുടിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കുന്നവരെ എല്ലാവരെയും അവൻ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്റെ ചേച്ചി മരണപ്പെടുന്നതിന് മുൻപ് ചേച്ചിക്ക് ഒരു വീണയുടെ സ്റ്റാച്ചു ഗിഫ്റ്റായി കൊടുക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതവന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓരോരുത്തരെയും കൊല ചെയ്തിട്ട് അവരുടെ മക്കൾക്ക് എല്ലാവർക്കും വീണയുടെ സ്റ്റാച്ചു ഗിഫ്റ്റായിട്ട് കൊടുക്കും. ചേച്ചിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അവനിപ്പോൾ അച്ഛന്മാർ നിർബന്ധിക്കുന്ന പെൺമക്കൾക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ സീതാറാം കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, സീതാറാമിന്റെ അളിയനെ ഈ സൈക്കോ കില്ലർ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അളിയനാണെങ്കിൽ ഒരു ഫോൺ സംഘടിപ്പിച്ച് സീതാറാമിനെ വിളിക്കുകയാണ്. ഇവിടെ ഒരുത്തൻ എന്നെ കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു, അവൻ എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള കാര്യമൊക്കെ അളിയൻ സീതാറാമിനോട് പറയും. സീതാറാമിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ടെൻഷനായിരുന്നു. ഉടനെ തന്നെ ലൊക്കേഷൻ കണ്ടെത്തുകയാണ്. ലൊക്കേഷൻ കണ്ടെത്തി സീതാറാം അവിടേക്ക് വരും. ആ സമയത്ത് സൈക്കോപാത്തും സീതാറാമിന്റെ മുന്നിലേക്ക് വരികയാണ്. രണ്ടുപേരും അവിടെ വെച്ച് വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനൊടുവിൽ സീതാറാമാണെങ്കിൽ ആ പയ്യനെ ഒരുപാട് തല്ലുന്നതിനാൽ അവൻ മരിക്കാറായി തറയിൽ വീണ് കിടക്കുകയാണ്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അവന്റെ കൺമുന്നിലേക്ക് അവന്റെ ചേച്ചി വരുന്നു. അവന് ജീവിച്ചിരുന്ന സമയത്ത് ചേച്ചിക്ക് ആ വീണ ഗിഫ്റ്റ് കൊടുക്കുവാനായി കഴിഞ്ഞില്ലല്ലോ. എന്നാൽ അവന്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ച, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവന്റെ ചേച്ചിക്ക് അവൻ ആ ഒരു വീണയുടെ സ്റ്റാച്യു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ആ ഒരു കാഴ്ചയും അവൻ കണ്ടുകൊണ്ടാണ് കണ്ണടയ്ക്കുന്നതും. സൈക്കോ കില്ലർ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു കേസും സോൾവ് ആവുകയാണ്. തന്റെ അളിയനെയും സീതാറാം രക്ഷിച്ചു.
വർഷങ്ങളായിട്ട് സീതാറാമുമായിട്ട് മിണ്ടാതിരുന്ന ചേച്ചി ഇപ്പോൾ അവനടുത്ത് വന്ന് മിണ്ടുകയാണ്. അങ്ങനെ രണ്ട് സഹോദരങ്ങളും ഒന്നിക്കുന്നതും കാണിച്ച് കേസും സക്സസ്ഫുൾ ആയി സോൾവ് ആയതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.